ശരി, സാജിദ് തുടരും. കോൺഗ്രസ് നേതാവ് വി ആർ അനൂപ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ആർ അനൂപ്, അത് നമുക്കറിയാം, ആ ദൃശ്യങ്ങളൊക്കെ അന്ന് തൊട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഈ ആൾക്കൂട്ടക്കൊല എന്നുള്ള വകുപ്പ് ചുമത്താൻ പോലീസ് ഇത്രയും നാൾ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ അറിയിച്ചിരുന്നെങ്കിലും ഇന്നാണ് ഇപ്പോൾ തീരുമാനമാകുന്നത്. പോലീസ് തയ്യാറായി എന്ന് പറയുന്നതിനേക്കാൾ പോലീസ് നിർബന്ധിതമായി എന്ന് പറയുന്നതല്ലേ യാഥാർത്ഥ്യം. നമുക്കറിയാം, മംഗലാപുരത്തെ ആൾക്കൂട്ട ആക്രമണത്തിനിരയായ അഷ്റഫിന്റെ സഹോദരൻ ഉൾപ്പെടെ അംബിക എന്ന സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോസിനെ അനുധാവനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ കേസായി ഒതുക്കപ്പെടുമായിരുന്നു. പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ഇരയായ ആളുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് പാക്ക് ചെയ്യപ്പെടുമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിക്കുമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ സാഹചര്യം മാറിയത് ഈ രണ്ടുപേരുടെ ഇടപെടൽ, അതിനെ തുടർന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങൾ, പൊതുസമൂഹത്തിന്റെ ജാഗ്രതയൊക്കെയാണ്. ഇപ്പൊ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ അഭിമാനാർഹമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ നടക്കില്ല എന്നൊരു കാലത്ത് വിചാരിച്ചിരുന്ന കാര്യമാണ്. അതൊക്കെ സംഭവിക്കുന്നു. ആൾക്കൂട്ട ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അത് നടത്താവുന്നൊരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു. വിദ്വേഷ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആൾക്കൂട്ടം എങ്ങനെ രൂപപ്പെട്ടു? ഒരാൾ വഴിയിൽ വെച്ചൊരാളെ കണ്ടാൽ അയാൾ ബംഗ്ലാദേശിയാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ആൾക്കൂട്ടത്തെ നയിച്ച സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാതെ ഈ ചർച്ച നിഷ്പ്രയോജനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തലയ്ക്കുൾപ്പെടെ ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു, ഞരമ്പുകളൊക്കെ പൊട്ടി തകർന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വളരെ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്ന കാര്യങ്ങളായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് കൃത്യമായ ഒരു ശിക്ഷ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ഇതിനിപ്പോൾ വീണ്ടും ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. തീർച്ചയായും രണ്ട് തരത്തിൽ നേരിടാൻ. ഒന്നിനകത്ത് തീർച്ചയായും മാതൃകാപരമായ നടപടി ഉണ്ടാക്കണം. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഒരു വംശീയമായ ഒരു വിഭാഗത്തിൽ പെടുന്നു എന്നുകൊണ്ട് അയാൾ ക്രൂരമായി ആക്രമിക്കുന്ന, തലയോട്ടി തകർക്കുന്ന ഈ പ്രവണതയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തുടർച്ചയായി വംശീയമായി നടപടിയെടുക്കാതിരിക്കുക, അതിനോട് പിന്നാലെ നടത്തുന്ന അത്തരം പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ ആദരിച്ച് ആനയിക്കുക, ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ഇത് കേവലം ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ മാത്രം കണക്കാക്കേണ്ട ഒന്നല്ല, മറിച്ച് ഇതിനകത്ത് സമൂഹം പ്രതിസ്ഥാനം. അതെ, തീർച്ചയായും ഈ മാതൃകാപരമായൊരു നടപടി അത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ഈ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ തുടക്കം തൊട്ട് തന്നെ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള ഒരു വകുപ്പ് ചുമത്തി ഇതെടുത്തില്ല എന്നുള്ള കേസെടുത്തില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ വി ആർ അനൂപ് പ്രതികരിച്ചതിന്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, വി ആർ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു നിർബന്ധിതമായി പോലീസിന് ഇങ്ങനെയൊരു വകുപ്പ് ചുമത്തേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ ബാബുരാജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാബുരാജ്, ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ പോലീസ് ചുമത്തിയിരിക്കുകയാണ്, എങ്ങനെ കാണുന്നു? സത്യത്തിൽ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള വകുപ്പ് ചേർക്കാനാണ് അവർക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നത്. ഈ മറ്റേ ദളിത് ഇഷ്യൂ എന്നുള്ള രീതിയിൽ ദളിത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ദളിത് അട്രോസിറ്റീസ് എല്ലായ്പ്പോഴും ദളിത് അട്രോസിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടാറുണ്ട്. ഈ ഒരു കേസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ സത്യനാമികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അദ്ദേഹം പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്റെ നമ്മൾക്ക് ആക്ഷൻ കമ്മിറ്റി കൊടുത്തിരുന്നു, അദ്ദേഹത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. പക്ഷെ അത് ആ സമയത്ത് അവർ സ്വീകരിച്ചിരുന്നില്ല. അത് എടുത്തെങ്കിലും അത് പോരാന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതില് ദളിത് അട്രോസിറ്റി ചേർത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു പ്രശ്നത്തില് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നൊരു യഥാർത്ഥത്തിൽ ഒരു നിയമപരമായ ടൈമാണ്. ആളുകൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ ഒരു ആൾക്കൂട്ടമാണ്. അങ്ങനെയല്ല, ഇത് വംശീയവൽക്കരിക്കപ്പെട്ട ആൾക്കൂട്ടത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. ജാതി, മതം അല്ലെങ്കിൽ ദേശം, ഭാഷ, പലതരത്തിലുള്ള വംശീയവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്
യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീതിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മറ്റൊരാൾക്കെതിരെയോ കുറച്ച് ആളുകൾക്കെതിരെയോ ആക്രമണം നടത്തുമ്പോഴാണ് ആൾക്കൂട്ടക്കൊലയാകുന്നത്. അതൊരു വംശീയ കൊലയാണ്. പക്ഷെ കേരളത്തിലെ ആ രീതിയിൽ അത് കാണുന്നതിലൊരു തടസ്സം, കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വളരെ നല്ലൊരു സ്ഥലമാണെന്ന് സർക്കാർ തന്നെ സ്വയം വിശ്വസിക്കുകയും ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്ന പ്രൊവിഷൻ ചേർക്കാനായിട്ട് അവർ മടിച്ചത്. പക്ഷെ അതേസമയം തന്നെ ജനങ്ങൾക്ക് ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ജനങ്ങളുടെ ഭാഗത്ത് ആളുകൾ കരുതുന്നത് ആൾക്കൂട്ടം എന്ന് പറയുന്നത് സംഘപരിവാറിനെ കുറച്ച് കാണുന്നതിനുള്ള, ഇതിൽ സംഘപരിവാറിന്റെ പങ്കിനെ കുറച്ച് കാണുന്ന ശ്രമമായിട്ടാണ് പലരും കരുതുന്നത്. അത് ശരിയല്ല. ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ഒരു നിയമപരമായ ടേമായിട്ടാണ് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന വാക്ക് നിയമപരമായ ടേമാണ്. ആ രീതി അതായതുകൊണ്ടാണ് നമ്മൾ അതിനെ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത്, അല്ലാതെ ഇതല്ല. പക്ഷെ എന്തായാലും ആൾക്കൂട്ടക്കൊലയിൽ ഇത്തരത്തിലുള്ളൊരു നിയമ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുന്നേ പല ആൾക്കൂട്ടക്കൊലകളും നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ ആൾക്കൂട്ടക്കൊലയായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ആൾക്കൂട്ടക്കൊലയായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, അതിന് ആ പ്രൊവിഷന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് വിദ്വേഷ പ്രചാരണം നടത്തിയ ആളുകൾ പോലും നിയമത്തിന്റെ പരിധിയിലേക്ക് വരും. ഇപ്പൊ വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കുന്നു, അത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു ഒക്കെ ആണെങ്കിൽ അവർ കൂടി നിയമത്തിന്റെ ഒരു പരിധിയിലേക്ക് വരുന്ന എന്നതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അതാണ് ഈ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കേരളം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവര് ആ പ്രൊവിഷൻ കൂടി ചേർത്തു എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ വിളിച്ചു നോക്കുന്ന സമയത്ത് ആ പ്രൊവിഷൻ ചേർത്തിരുന്നില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ വരുന്നതാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ചേർത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ബാബുരാജ് പ്രതികരിച്ചതിന്.